എത്തിയോ? ശ്യാം അവളെ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ശ്യാം കൊണ്ടുവരാന്ന് പറഞ്ഞതല്ലേ സീത. കുറച്ചു സമയത്തിനകം അവരെത്തുമായിരിക്കും. ഈ ലോക്കപ്പ് ഒന്ന് തുറക്കോ, ഞാൻ എന്റെ മോളെ ഒന്ന് കാണാനാ. പ്ലീസ് സർ, പ്ലീസ്. അങ്ങനെ ഒന്നും തുറക്കാൻ പറ്റില്ല. അവിടെ ഒന്ന് സംസാരിച്ചാ മതി. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിന്റെ തലയിൽ എങ്ങനെയാണ് മുറിവുണ്ടായേ? പോലീസ് ആന്റി അടിച്ചതാണോ? അങ്ങനെയൊന്നും അല്ല. I miss you too, സീമോളെ. നിന്നെ എന്തിനാ അവര് ജയിലിലാക്കിയത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സീതമ്മ, ഇന്നലെ രാത്രി ഞാൻ ശ്യാമങ്ങളുടെ വീട്ടിൽ നിന്ന് നിന്നെയും അച്ഛനെയും കാണാൻ വേണ്ടിട്ടാ അവിടെ നിന്ന് ഓടി വന്നത്. അതിനാണോ നിന്നെ അവര് ജയിലിലടിച്ചത്? I'm sorry, സീതമ്മ. മോളെ, നീ എന്തിനാ സോറി പറയുന്നത്? ഞാൻ എത്രയും പെട്ടെന്ന് പുറത്തു വരില്ലേ? നോക്ക്, നീ നല്ല കുട്ടിയല്ലേ. എന്റെ മോള് കൃത്യസമയത്ത് തന്നെ ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. എന്നെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ മോള് കരഞ്ഞുകൊണ്ടിരിക്കരുത്. എന്തെങ്കിലും പേടി തോന്നിയാ രാമ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാ മതി കേട്ടോ. ഞാൻ എങ്ങോട്ടും പോവില്ല സീതമ്മ. ഞാൻ നിന്റെ കൂടെ ഇവിടെ തന്നെ നിന്നോളാം. അങ്കിൾ, എന്നെയും അതിന്റെ അകത്തേക്ക് ആക്കോ. ഞാനാ തെറ്റ് ചെയ്തത്. അങ്കിളുടെ വീട്ടിൽ നിന്ന് ഞാനാ ഒറ്റയ്ക്ക് വന്നത്. ഞാനല്ലേ അപ്പൊ ഇതിന്റെ അകത്ത് നിൽക്കേണ്ടത്. പ്ലീസ് അങ്കിൾ, എന്റെ സീതമ്മ വെറുതെ വിട്. എന്താ മോളെ, നീ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? സീക്കുട്ട, മോളാണെങ്കിലും സീതമ്മയാണെങ്കിലും ജയിലിൽ കിടക്കാനുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് സമയം കഴിഞ്ഞാൽ ലോയറെങ്കിലും എത്തും. അപ്പൊ സീതമ്മയും പുറത്തു വരും. കരയണ്ട കേട്ടോ. എല്ലാം അച്ഛൻ നോക്കിക്കോളാം കേട്ടോ. എനിക്ക് കരച്ചില് വരുന്നുണ്ട് അച്ഛാ. സീതമ്മ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. സീതമ്മ പറയാറുണ്ടല്ലോ, നമ്മള് തെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പണിഷ്മെന്റ് തരാൻ വേണ്ടി ജയിലിലാക്കുന്നതെന്ന്. പക്ഷേ സീതമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ സീതമ്മയെ ജയിലിൽ അടിച്ചത് അച്ഛാ? അവൻ ഞാൻ വിളിച്ചിട്ട് കട്ട് ചെയ്യാ ചാന്ദിനി. നീ അത് വിട്ടിട്ട് വീണ്ടും വീണ്ടും ട്രൈ ചെയ്തോണ്ടിരിക്കേ. രാജ്യം വിട്ട് പോകാൻ കരുതിയപ്പോഴേക്കും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ. കൂട്ടത്തിൽ ആ സിഹിയും കൊണ്ടാ പോയിരിക്കുന്നെ. സീത രാമു അവളെ തിരിച്ചിങ്ങോട്ടേക്ക് അയക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഷാലു, സി ജിജുവിന്റെ മാത്രം മകളല്ല, നിന്റെയും കൂടി മകളാ. അവളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ള ഡിസിഷൻസ് നിനക്കും എടുക്കാം. നീ കാനഡയിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നോക്ക്, ഒരു കുഴപ്പമില്ല. ആൻഡ് ജിജു ഇന്ന് കോൾ എടുത്ത് സംസാരിക്കുന്നത് വരെ അവനെ വിടണ്ട. ട്രൈ ചെയ്തോണ്ടിരിക്കേ. എന്താ ശ്യാം ഇത്? സ്വന്തം ബുദ്ധി ഒന്നും ഉപയോഗിക്കാൻ പോലും അറിയില്ലേ നിനക്ക്? ആ അശോക് വന്ന് എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി എന്തിനാ സിഹിയും കൊണ്ട് പോയത് നീ? അതും എന്നോടൊരു വാക്ക് പോലും പറയാതെ. എന്റെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? ഒരു അക്ഷരം മിണ്ടരുത് നീ. നീയും നിന്റെ അനിയത്തിയും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് എന്നോടൊരു വാക്ക് പോലും പറയാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ? തമാശയാണെന്ന് കരുതിയോ? റാം മനസ്സ് വെച്ചാൽ എത്ര നേരം വേണം ഈ കേസ് നമ്മുടെ നേരെ തിരിക്കാൻ? എന്നോട് ഈ കഥയൊന്നും പറയണ്ട ശ്യാം. ഇപ്പോ എന്റെ മകൾ എന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയേ പറ്റൂ. അവൾ ആ സീതയുടെ വീട്ടിലേക്ക് പോകാൻ പാടില്ല. നീ എന്നോട് ഒറ്റ കാര്യം പറ.
നിനക്ക് ശരിക്കും നമ്മുടെ മകളോട് സ്നേഹമുണ്ടോ അതോ സീതയോടുള്ള പക തീർക്കാനുള്ള ഉദ്ദേശമാണോ അത്? ശ്യാം, വായി തോന്നുന്ന വിളിച്ചു പറയരുത്. ആദ്യം ഒരു ഉത്തരം എന്താ? ആ ഉത്തരം ഞാൻ തരാം. മനസ്സിൽ എവിടെയോ നിനക്ക് സിഹിയെ സ്വന്തമാക്കണമെന്ന് മാത്രമല്ല, ആ സീതയോട് പക വീട്ടണമെന്നാ നിനക്ക്. അതുകൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്. എന്തിനാ ശാലു നമ്മുടെ സമാധാനം ഇല്ലാണ്ടാക്കുന്നത്? എന്തിനാ നമ്മളിതൊക്കെ ചെയ്യുന്നേ? നമ്മുടെ മകള് നമ്മളെ അച്ഛനെ അമ്മയായിട്ട് കണ്ടാ പോരെ? എനിക്ക് നിന്റെ ഉപദേശം വേണ്ട ശ്യാം. ആദ്യം സിഹി ഇങ്ങോട്ട് കൊണ്ടുവാ. നീ വിളിച്ച അപ്പൊ തന്നെ വരാനൊന്നും പറ്റൂല. ഫോൺ വെക്ക്. ശ്യാം, 1/2 മണിക്കൂറിനുള്ളിൽ നീ സിഹി ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ നിനക്ക് നിന്റെ ഭാര്യ പിന്നെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. എന്ത് ചെയ്യുന്നു നീ കണ്ടോ? ഇനി ഇതും പറഞ്ഞ് ഞാൻ വിളിക്കില്ല. ഹേയ്, ഹേയ്. അതെന്തായാലും നന്നായി ശാലു. ഇനി ജിജു സിഹിയും കൊണ്ട് ഇങ്ങോട്ട് എന്തായാലും വരും. അങ്കിൾ പ്ലീസ് എന്റെ സീതമ്മ വെറുതെ വിട്. സീതമ്മയുടെ മകളാ ഞാൻ. സീതമ്മ എന്നെ പ്രസവിച്ചത്. പക്ഷെ ശാലിനി ആന്റി ശ്യാമംഗളും വന്ന് ഞാൻ അവരുടെ മകളാന്ന് പറയുന്നത് എന്തിനാന്ന് എനിക്ക് അറിയില്ല. അയ്യോ അടിക്കില്ല സാറേ, സാറേ അടിക്കില്ല സാറേ, അയ്യോ അടിക്കില്ല സാറേ, അയ്യോ അടിക്കില്ല സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ, ഞാനല്ല സാറേ, സാറേ അടിക്കില്ല സാറേ, അയ്യോ അടിക്കില്ല സാറേ. എനിക്ക് അവരുടെ വീട്ടിലേക്ക് പോവണ്ട അങ്കിൾ. എനിക്ക് എന്റെ വീട്ടിലേക്ക് പോയാ മതി അങ്കിൾ. ആഴ്ചയിൽ ശനിയാഴ്ച മാത്രമേ ഞാൻ എന്റെ അച്ഛനും അമ്മയുടെയും കൂടെ നിൽക്കാറുള്ളൂ അങ്കിൾ. ഇന്നലെ വാതിൽ ഓപ്പൺ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സീതമ്മയെ കാണാൻ പോയത്. അതിനാണോ എന്റെ സീതമ്മയെ അടച്ചു വെച്ചിരിക്കുന്നത്? പ്ലീസ് അങ്കിൾ, എന്റെ സീതമ്മയെ വിടുവോ പ്ലീസ്? വലിയ പോലീസ് ആന്റി എവിടെ? അവരോട് ഇത് പറഞ്ഞ അവരെന്റെ സീതമ്മ വെറുതെ വിടില്ല അങ്കിൾ. കുറച്ചുകൂടെ സമയം കഴിഞ്ഞാൽ സീതമ്മ അവര് വെറുതെ വിട്ടോളും കേട്ടോ. ഓക്കെ, എന്റെ മോള് കരയണ്ട കേട്ടോ. സിഹി, നിന്റെ സീതമ്മയെ അവര് വിട്ടോളും. അതിന് വേണ്ടുന്നത് ഞാൻ ചെയ്തോളാം. നിന്റെ സീതമ്മയെ വീട്ടിലെത്തിക്കേണ്ട ബാധ്യത അതെന്റെയാണ്. പക്ഷെ ഇപ്പൊ മോൾ എന്റെ കൂടെ വീട്ടിലോട്ട് വാ പ്ലീസ്. ശ്യാം, ഫസ്റ്റ് ഓഫ് ഓൾ സീതയെ അറസ്റ്റ് ചെയ്യിപ്പിച്ച നിങ്ങളെല്ലാം കൂടെ, എന്നിട്ട് നിങ്ങൾ അവളെ പുറത്തിറക്കുന്നോ? തൽക്കാലം നിന്റെ ഒരു ഹെൽപ്പ് ഇവിടെ ആവശ്യമില്ല. അവളെ എങ്ങനെ പുറത്തിറക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. റാം റാം പ്ലീസ് ഒന്ന് മനസ്സിലാക്കാം. ശ്യാം, നിന്നോടിങ്ങനെ വാദിച്ച് ജയിക്കാനുള്ള സമയം എനിക്കില്ല, ഒട്ടും ക്ഷമയും എനിക്കില്ല. സിഹിയെ ഞാൻ സംരക്ഷിച്ചോളാം, സീതയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇനി അഥവാ നിനക്ക് സീതയുടെ കാര്യത്തിൽ അത്ര ശ്രദ്ധയുണ്ടെങ്കിൽ, സിഹിയോട് ഒരു അല്പമെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ, ഈ നിമിഷം മുതൽ ഞങ്ങളെ എല്ലാം വിട്ട് പോയേക്കണം ശ്യാം. റാം, ഇങ്ങനൊരു സമയത്ത് സിഹി ഇങ്ങനൊരു സ്ഥലത്ത് നിൽക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാ പറയുന്നത്. പ്ലീസ് എന്റെ കൂടെ വിട്. റാം, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഐ പ്രോമിസ്. എന്തെങ്കിലും ചെയ്ത് സീത ഞാൻ ഇറക്കിക്കോളാം. വേണമെങ്കിൽ വീട്ടിൽ പോയി ശാലിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കേസ് ഞാൻ പിൻവലിപ്പിച്ചോളാം റാം, പ്ലീസ്. പക്ഷെ സിഹി ഇപ്പൊ എന്റെ കൂടെ വന്നേ പറ്റൂ. പ്ലീസ് ഒന്ന് പറഞ്ഞേക്ക്. ഇല്ല അങ്കിൾ, ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. സിഹി മോളെ പ്ലീസ്, ഐ പ്രോമിസ്. സീതമ്മയെ ഇവിടുന്ന് പുറത്തിറക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ ഇപ്പൊ ദയവ് ചെയ്ത് എന്റെ കൂടെ വാ. ശ്യാം,
ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, വീണ്ടും വീണ്ടും നിങ്ങൾ ആ കുഞ്ഞിന് ഇത്ര പ്രഷർ കൊടുക്കരുത് പ്ലീസ്. അയ്യോ സീത, നിങ്ങളെ എന്റെ സിറ്റുവേഷൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. ദയവ് ചെയ്ത് പറയണമെന്ന് മനസ്സിലാക്കി പ്ലീസ്. നിങ്ങളുടെ പ്രശ്നം തീർന്നി ഉണ്ടാക്കാൻ പറ്റില്ല. വേഗം കൊണ്ടുപോക്കോ. അങ്കിൾ, എന്റെ അച്ഛനെ ജയിലിലാക്കരുത്. ഞാൻ എന്റെ അങ്കിളുടെ കൂടെ പോയിക്കോളാം. ഡോണ്ട് വറി മോളെ, സീതമ്മയെ ഞാൻ സേഫ് ആയിട്ട് പുറത്തു കൊണ്ടുവരും. ഞാൻ കാത്തിരിക്കും അച്ഛാ. ശ്യാം, എന്റെ ഭാര്യയും മകളെ ഇത്രയ്ക്ക് വേദനിപ്പിച്ച് നിങ്ങളെ ഒരിക്കലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. അശോക്, എന്താ നീ ചെയ്യുന്നേ? മേമ, സൂര്യോടൊന്ന് സംസാരിക്കണമായിരുന്നു. അച്ഛൻ നല്ല ഉറക്കത്തിലാണ്. പക്ഷെ സീതയുടെ ബെയിലിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം മേമ. പാവം അച്ഛൻ. സീത പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് പിന്നെ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരുന്നെ. അവള് വരാതെ അച്ഛന് സമാധാനം ഉണ്ടാവില്ല. മേമ, സീത വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് സൂര്യ ഉണർത്തിയേ പറ്റുള്ളൂ. നമ്മൾ വിളിക്കുന്ന ലോയേഴ്സിനൊന്നും കിട്ടുന്നില്ല. സീതയുടെ മേലുള്ളതൊരു ഫ്രോഡ് കംപ്ലൈന്റ് ആണെന്ന് അറിയുന്ന സ്ഥിതിക്ക് സീത പുറത്തു വന്നേ പറ്റുള്ളൂ. അതിന് സൂര്യയുടെ സഹായം കിട്ടിയേ പറ്റൂ മേമ. പ്ലീസ് അച്ഛനെ ഇപ്പൊ ഉണർത്തണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിയോട് സംസാരിക്കേ. ശരി മേമ. സൂര്യ നല്ല ഉറക്കത്തിലാണല്ലോ. എന്താ സംഭവിച്ചേ? ഈ വീട്ടിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഈസ് വെരി ഡിസ്റ്റർബ്ഡ്. അവര് റെസ്റ്റ് എടുക്കട്ടെ അശോക്. പക്ഷേ ഈ വീട്ടിലൊരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ സൂര്യ കഴിഞ്ഞ പിന്നെ നിങ്ങളല്ലേ മേമ? ഞാനോ? നീ എന്തീ പറയുന്നേ? സീത എവിടുത്തെ മരുമോളാ. അവളിപ്പോ പോലീസ് കസ്റ്റഡിയിലാ. ദേശായി കുടുംബത്തിന്റെ ഇൻഫ്ലുവൻസും പവറും വെച്ച് സീതയെ പുറത്തിറക്കുന്നത് ഒരു വലിയ കാര്യമല്ല. എന്നിട്ട് നമ്മൾ ഈ കാര്യത്തിൽ തോറ്റു നിൽക്കുക. അതെന്താ ഇങ്ങനെ? എന്താ ഇതെന്ന് നീ എന്നോടാണ് ചോദിക്കുന്നത് അശോക്? നീ ഈ വീട്ടിൽ ആരാണെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ലല്ലോ. ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എത്ര ഡിസിഷൻസ് നീ ആരോട് ചോദിക്കാതെ തന്നെ എടുത്തിട്ടുണ്ട്. അതും എത്ര തീരുമാനങ്ങളാ നീ ഒറ്റയ്ക്ക് എടുത്തതെന്നുള്ള കാര്യം നിനക്ക് തന്നെ അറിയാലോ. നീ വിചാരിച്ചിട്ട് നടക്കാത്ത, അപ്പു വിചാരിച്ചിട്ട് നടക്കാത്ത, അച്ഛൻ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഞാൻ വിചാരിച്ച നടക്കും അശോക്. ഓക്കെ, താങ്ക് യു ഫോർ ദ ക്ലാരിറ്റി. ഒരു വഴി അടഞ്ഞാലല്ലേ മറ്റൊരു വഴി തുറക്കൂ. സീത വിശ്വസിക്കുന്ന രാമൻ തന്നെ അവക്കൊരു വഴി കാണിച്ചു കൊടുക്കും. സീത ഇന്ന് തന്നെ വീട്ടിലെത്തുമെന്ന്. സൂര്യ എഴുന്നേൽക്കുമ്പോൾ സീത അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടാവും. സ്വപ്നങ്ങളെവിടെ, മരണം നിന്റെ പിറകെ. യു ആർ റൈറ്റ്. നീ പറഞ്ഞതാ ശരി. നമ്മൾ ഇവിടുന്ന് കാനഡയിലോട്ട് പോകുന്നതാ ശരി. സി ബേബി, നിനക്കറിയോ കാനഡ കാണാൻ എന്ത് അടിപൊളിയാണെന്ന്?
നീ അച്ഛന്റെ അമ്മയുടെയും കൂടെ അങ്ങോട്ട് പോവാ. ആൻഡ് ഇനി മുതൽ നീ അവിടെ ആയിരിക്കും. നിന്റെ ലൈഫ് ചേഞ്ച് ആകാൻ പോവാ. ഇല്ല, ഞാൻ എന്റെ സീതമ്മ അച്ഛനെ വിട്ട് എങ്ങോട്ടും വരില്ല. ഒരു കാനഡയിലേക്ക് ഞാൻ വരില്ല. കണ്ടില്ലേ, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് സിഹിയുടെ മനസ്സിൽ നിന്ന് സീതാറാമു പോകുന്നില്ല. അതുകൊണ്ട് ഇതിനി വീണ്ടും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ തീരുമാനം എടുത്തത്. ഈ ഉള്ള കൺഫ്യൂഷൻ ഒക്കെ ഇല്ലാതാവണമെങ്കിൽ നമ്മൾ ഫിസിക്കലി ഇവിടെ ഇല്ലാത്തതാണ് ശരിയാവുന്നത്. ഫൈനലി ഞാൻ പറഞ്ഞ ഒരു കാര്യമെങ്കിലും നീ കേട്ടല്ലോ ശ്യാം. ഇപ്പോഴാ എനിക്കൊരു സമാധാനം ആയത്. നീ ഇത് സമ്മതിക്കില്ലെന്നാ വിചാരിച്ചത്. താങ്ക് യു. നമ്മുടെ മകൾക്ക് വേണ്ടി നീ ഒരു ഡിസിഷൻ എടുത്തതാ. അത് ശരിയാണെന്ന് തോന്നിയാ ഞാൻ സമ്മതിക്കണ്ടേ ശാലു? അതിന്റെ കൂടെ നമ്മുടെ മകൾക്ക് വേണ്ടി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചെയ്യാൻ ബാക്കിയുണ്ട്. എന്താ അത്? സീതയുടെ മേൽ നമ്മൾ കൊടുത്ത കംപ്ലൈന്റ് പിൻവലിച്ചിട്ട് സീത തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ കാനഡയിലോട്ട് പോകും. വാട്ട്? നീ എന്താ പറയുന്നേ ശ്യാം? അതെ, സീതയെ അറസ്റ്റ് ചെയ്യണത് കണ്ടിട്ട് സിഹി ഒരുപാട് ബഹളം വച്ചു. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വർഷം അവളായിരുന്നില്ലേ ഇവളുടെ അമ്മയായത്? ഇല്ല, എന്റെ മകള് ലൈഫ് ലോങ് സീത ജയിലിൽ കിടക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ജിജു, സീത പുറത്തു വന്നാ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തതിന് എന്തർത്ഥം ഉണ്ടാവും? സിഹിയുടെ ലൈഫിൽ സീതാരാമൻ ഉണ്ടാവാൻ പാടില്ലെന്ന് നീ എപ്പോഴും പറയാറില്ലേ ശാലിനി? യെസ്, സീത തന്നെ സിഹിയോട് ഗുഡ് ബൈ പറയണം. പക്ഷേ ജയിലിൽ കിടന്നല്ല. നമ്മളെ ഇവളുടെ അച്ഛനും അമ്മയെന്ന് അവള് പറഞ്ഞു കൊടുത്ത് നമ്മുടെ കൂടെ പറഞ്ഞു വിടണം. അപ്പോഴേ ഇവൾ ഭാവിയിൽ നമ്മുടെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കൂ. ബട്ട് ശ്യാം, നമ്മൾ കാനഡയിലോട്ട് പോയിരിക്കും, അതിലൊരു ഡൗട്ടും വേണ്ട. അങ്ങനെ നീ ആലോചിക്കണ്ട. പക്ഷെ അതിനു മുമ്പ് സീത റിലീസ് ആയിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. സിഹി, നിന്റെ സീതമ്മ തിരിച്ച് വീട്ടിലേക്ക് വരും. എടാ, ഞാൻ ട്രൈ ചെയ്തിട്ടും നീ ട്രൈ ചെയ്തിട്ടും നമ്മുടെ നിർഭാഗ്യം കൊണ്ട് ഒരു ലോയറിനെ പോലും കിട്ടുന്നില്ല. ഈ കണ്ട സ്വത്തും പവറും പേരും ഉണ്ടായിട്ടും നമുക്കൊരു ലോയറിനെ പോലും കിട്ടുന്നില്ലെങ്കിൽ എനിക്കിതിൽ എന്തോ സംശയമുണ്ട്. വേറെ എന്തെങ്കിലും ലോയറിനെ വിളിച്ച് ഇവളെ ഇറക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മീഡിയുടെ കാര്യത്തിലാ പേടി. ഇനി നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ലോയർ മുഖേന ബെയിലെടുക്കാൻ നമുക്ക് സാധിക്കില്ല. അത് വ്യക്തമാണ്. നമ്മളിനി വേറെ എന്തെങ്കിലും വഴി നോക്കണം. വേറെ എന്ത് വഴിയാ ഉള്ളത്? അശോക, ഇപ്പൊ സമയം എത്രയെന്ന് വെച്ചാ? ഇനിയും വൈകിയ ബെയില് കിട്ടാൻ പോകുന്നില്ല. രാത്രി മുഴുവൻ സീത സെല്ലിൽ തന്നെ കിടക്കണമെന്നാ? സൂര്യയുടെ പരിചയത്തിലുള്ള ഒരു മിനിസ്റ്ററുമായിട്ട് സംസാരിക്കാന്ന് വെച്ചതാ. പക്ഷെ സൂര്യ ഉറക്കത്തില്ല. എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടാ, ഒരു വഴിയുണ്ട്. എന്താ? നീ മിനിസ്റ്റർ എന്ന് പറഞ്ഞ നന്നായി. ഈ ഐഡിയ എന്താ എനിക്ക് ആദ്യം തോന്നാഞ്ഞേ? ഐ ടോക്ക് വീരു അങ്കിൾ. അദ്ദേഹത്തോട് സംസാരിച്ച പ്രശ്നമെല്ലാം സോൾവ് ആവില്ലേ? ഹേയ്, ശരിയാണല്ലോ. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വീരേന്ദ്ര സർ ദേശായി. എടാ, ഞാൻ ഇപ്പൊ തന്നെ സംസാരിക്കാം. അദ്ദേഹം എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഓക്കേടാ. ഓക്കേടാ, ബൈ. ബൈ. എന്താ പറയുന്നത് ശാലിനി? സത്യം, ഞങ്ങള് സീതയ്ക്കെതിരെ കൊടുത്ത എല്ലാ കംപ്ലൈന്റ്സും പിൻവലിക്കണമെന്നാ ഇപ്പൊ ശ്യാമ പറയുന്നേ. അത് കഴിഞ്ഞ് കാനഡയിലേക്ക് പോകുന്നുള്ള വാശി.
ഹലോ. ആ കേൾക്കുന്നുണ്ട്. ശ്യാം പറഞ്ഞതിന് നീ സമ്മതിച്ചോ? എന്റെ ആഗ്രഹം ആ സീത ജയിലിൽ കിടന്ന് നരകിക്കണമെന്നാ. കറക്റ്റ്, അതാണ് പോയിന്റ്. നിന്റെ മകളെ ഇത്ര നാള് നിന്നിൽ നിന്നും അകറ്റി നിർത്തിയില്ലേ? അവളോട് നിനക്ക് ഇത്രയെങ്കിലും ദേഷ്യം ഉണ്ടായേ പറ്റൂ. പക്ഷേ എനിക്കിപ്പോ ശ്യാമിന് എഗനസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അതെന്താ? ഇപ്പൊ ശ്യാമ പറഞ്ഞത് സമ്മതിച്ചില്ലെങ്കിൽ അവൻ കാനഡയിലേക്ക് വരില്ല. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് പോയാ മതിയെന്ന. എന്റെ ലൈഫിൽ കുറച്ചു പോലും സമാധാനം ഇല്ല ഇപ്പൊ. സ്ട്രെസ് കാരണം വെയിറ്റ് കൂടിയെന്ന് വരെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കാനഡയിൽ എത്തിയ ഈ തലവേദനയിൽ നിന്നൊക്കെ എനിക്കൊന്ന് രക്ഷപ്പെടായിരുന്നു. ഞാനും എന്റെ ഭർത്താവും പിന്നെ അവന്റെ പ്രിയപ്പെട്ട മോള് സിഹി. പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് കാനഡയിലേക്ക് പോവാനാവില്ലല്ലോ. അതെന്താ? എന്താ അങ്ങനെ പറഞ്ഞേ? പിന്നല്ലാതെ, നിങ്ങൾ കൊടുത്ത കംപ്ലൈന്റ് പിൻവലിച്ചു കഴിഞ്ഞ പിന്നെ സീത ജയിലിൽ നിന്ന് പുറത്തേക്ക് വരും. പുറത്തിറങ്ങി അവൾ ആദ്യം വരുന്നത് സിഹിയെ കാണാനാവും. അങ്ങനെ വന്നു കഴിഞ്ഞ പിന്നെ സിഹി അവളെ കാനഡയിലേക്ക് പോവാൻ സമ്മതിക്കോ? ഇപ്പോ രാമന്റെ ഇൻഫ്ലുവൻസ് ആണെങ്കിലും അതുപോലെ അച്ഛന്റെ ഇൻഫ്ലുവൻസ് ആണെങ്കിലും നടന്നിട്ടില്ല. സോ നിങ്ങൾ കംപ്ലൈന്റ് പിൻവലിച്ചില്ലെങ്കിൽ പിന്നെ സീത ലോക്കപ്പിൽ തന്നെ കിടക്കും. അപ്പോ നിനക്കും നിന്റെ ഭർത്താവിന് നിന്റെ കുഞ്ഞിനെയും കൊണ്ട് സുഖമായിട്ട് ഞാൻ പറഞ്ഞ കേക്കില്ലല്ലോ. പറയേണ്ട രീതിയിൽ പറഞ്ഞ ആരായാലും കേൾക്കും. നിന്റെ ഭർത്താവിന് മകളെ വേണോ വേണ്ടയോ എന്നൊന്ന് ചോദിക്ക. അതിലവൻ വീണോളൂ. ഹലോ. അങ്കിൾ, ഞാൻ ശ്രീരാം ദേശായിയാണ് സംസാരിക്കുന്നത്. ആ പററാം. അപ്പൊ നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലേ? അതല്ല അങ്കിൾ, എനിക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ടായിരുന്നു. അതാ ഞാൻ വിളിച്ചത് അങ്കിളിനെ. അങ്കിൾ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അങ്കിൾ, ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ഭാര്യയെ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തിരിക്കുക. ബെയിൽ എടുക്കാൻ വേണ്ടി ഇറങ്ങിയ ലോയറും അപകടത്തിൽ വിട്ടു ആക്സിഡന്റിൽ. വേറെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ലൈനിലും കിട്ടുന്നില്ല. അങ്കിൾ, ഓൺലി യു ക്യാൻ ഹെൽപ്പ് മീ ഔട്ട്. ദയവ് ചെയ്ത് എൻ്റെ വൈഫിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ പറ്റൂ അങ്കിൾ. അങ്കിൾ, ഇപ്പൊ ഇത് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. സീതയ്ക്ക് ബെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്കിളിനെ വന്ന് മീറ്റ് ചെയ്തോളാം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം അങ്കിൾ. ബട്ട് എന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഒറ്റ തവണ എന്നെ ഹെൽപ്പ് ചെയ്യോ പ്ലീസ്? രാം, നീ ഇത്രയൊന്നും ചോദിക്കേണ്ട യാതൊരു കാര്യമില്ല. സീതയെ എന്തിനാണ് അറസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം പോലും ഞാൻ ചോദിക്കത്തില്ല. നീ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഹെൽപ്പ് ചെയ്തിരിക്കും. താങ്ക് യു സോ മച്ച് അങ്കിൾ. അങ്കിൾ ഒന്നും ചോദിച്ചില്ലെങ്കിലും ഞാൻ എത്രയും പെട്ടെന്ന് വന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും അങ്കിൾ. ശരി. പിന്നീട് എപ്പോഴെങ്കിലും മീറ്റ് ചെയ്ത് നമുക്ക് കാര്യം സംസാരിക്കാം. താങ്ക് യു സോ മച്ച് അങ്കിൾ. അങ്കിളിനോട് എങ്ങനെ ഞാൻ ഈ കടപ്പാടൊക്കെ... ചേച്ചേ, ഇത്ര വലിയ കാര്യങ്ങളൊന്നും പറയില്ലടാ. നീയും സൂര്യപ്രകാശ് സാറും ഒക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാ. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കൂടെ നമ്മൾ നിൽക്കണ്ടേ? സീത റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. താങ്ക്സ് അങ്കിൾ. ബൈ. ശരി, ഓക്കെ, ബൈ. സിഹി, എന്തിനാ എവിടെ ഇരിക്കുന്നേ? വാ, നമുക്ക് അകത്ത് പോവാം. ഞാൻ വരില്ല. വാശി പിടിക്കില്ലേ മോളെ? വാ, അകത്തേക്ക് പോവാം. എന്റെ സീതമ്മയെ നിങ്ങൾ ജയിലിൽ നിന്ന് ഇറക്കാന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് എന്താ